ഹായ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫാഷൻ കഫേ ബൈ പുളിമൂട്ടൽ സിൽക്സ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചും എക്സൈറ്റഡ് ആയി വെയിറ്റ് ചെയ്തിരുന്നും പർച്ചേസ് ചെയ്യുന്നതാണ് വെഡ്ഡിങ് സാരി പർച്ചേസ് എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക സന്തോഷം തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഹ്യൂജ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഉള്ളത് നമ്മുടെ പുളിമൂട്ടൽ സിൽക്സിൽ. അതിൽ നിന്നും കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടാലോ? വെഡിങ് പർച്ചേസിന് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആണല്ലേ, ഈ കളർ വേണോ, ആ കളർ വേണോ, ലൈറ്റ് വേണോ, ഡാർക്ക് വേണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, എല്ലാ ഷെയ്ഡ്സിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറച്ച് അധികം കളക്ഷൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിന്ദു ചേച്ചിയാണ് നമുക്ക് അതെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. ബിന്ദു ചേച്ചി, നമുക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്താലോ? കാണിക്കാം. ആദ്യം തന്നെ നല്ലൊരു ഷെയ്ഡ്. ഇത് ഏത് ഷെയ്ഡാ ചേച്ചി? വൈൻ കളർ. വൈൻ കളർ അല്ലേ? വൈൻ കളറിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് സാരിയാണ്. എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സ് പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് വേണം, ചിലർക്ക് റെഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈൻ ഷെയ്ഡ്, കോമൺ ആയിട്ട് കുറച്ച് ഷെയ്ഡ്സ് വേണം. ഇത് ബോഡി കംപ്ലീറ്റ് ഇത് വെഡിങ് സാരിയാണ്. ബോഡിയിൽ ഇങ്ങനെ മീന വർക്കോട് കൂടി വരുന്ന ഒരു സാരിയാണ്. ചെറിയ വരുന്നത് ആന്റിക് ചെറിയ. പല്ലു ഇതാ ഇങ്ങനെ പിച്ച് പല്ലു, നല്ല റിച്ച് ആയിട്ടുള്ള പല്ലുവാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ബോക്സ് പോലത്തെ ഡിസൈൻ, ബോക്സ് ഡിസൈൻ ആണ്. ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാ? ബ്ലൗസ് ഇതാ ബ്രൊക്കേഡ് ബ്ലൗസ്. ബ്രൊക്കേഡ് ബ്ലൗസ് ആണല്ലേ വരുന്നത്. വെഡിങ് ബ്രൈഡിന് വേണ്ടിയിട്ടാണ് ഉള്ളത് കൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ബ്രൊക്കേഡ് ബ്ലൗസ് ആണ്. ഇതിലെ ബ്ലൗസിലൊക്കെ നല്ല വർക്ക് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല വൈൻ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല ഇതാണ്. അത് മാത്രമല്ല നല്ല രീതിയിലും നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരി അല്ലെ. പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കും. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. കാര്യം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അല്ലേ. രാവിലെ അവർ റെഡി ആയിട്ട് കുറെ കഴിയുമ്പോഴല്ലേ ചേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുവരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത്. നമുക്ക് ഇനി അടുത്ത കളർ ഉണ്ടല്ലോ ചേച്ചി? ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ഒക്കെ ഉണ്ട്. ഇതിന്റെ തന്നെ വേറെ ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ അല്ലേ ചേച്ചി? അതെ അതെ അതെ. നമ്മൾ കാണിക്കാൻ പോകുന്നതിന്റെ എല്ലാം പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെൻഡാണ്. ഇങ്ങനെ ഓറഞ്ച് ഷെയ്ഡ്, ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള ഓറഞ്ച്, വെർട്ടിക്കൽ ലൈനാണ് വരുന്നത്. ഇതും ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു കളറാണ് അല്ലേ. എനിക്ക് ഇപ്പൊ കുറച്ചധികം പേര് ചൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ചോദിച്ചു വരുന്ന ഒരു ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡ്. ഇതും നല്ലൊരു ഷെയ്ഡാണ്, നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ഓറഞ്ച് മാത്രമേ ഉള്ളൂ, വേറെ കോൺട്രാസ്റ്റ് കളേഴ്സോ ബോർഡേഴ്സോ ബ്ലൗസോ ഇല്ല. ടിഷ്യൂ ബ്ലൗസ് ആണ് വരുന്നത്. ഇത് ഹെവി ആയിട്ടൊക്കെ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഓർണമെന്റ്സ് ഒക്കെ കൂടെ വെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് വേറൊരു പാറ്റേൺ ക്രിസ്ത്യൻ ബ്രൈഡൽ തന്നെ. ക്രിസ്ത്യൻ ബ്രൈഡ്സിന് അതെ, വൈറ്റ് ഇനി ചൂസ് ചെയ്യാത്ത ക്രിസ്ത്യൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ടിഷ്യൂ ആണ്, ഫുൾ ടിഷ്യൂ ആണ്. നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗിയുള്ള സാരി കേട്ടോ. അപ്പോൾ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീമി എന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആട്ടോ. ഭയങ്കര ടിഷ്യൂ സാരി കൂടെ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ബ്ലൗസ് ചേച്ചി നമുക്ക് സെയിം കളറിൽ തന്നെയാണ്. പ്ലെയിൻ ടിഷ്യൂ ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു വെഡിങ് സാരീസിനെല്ലാം അതിന്റെ സെയിം കളറിൽ തന്നെയല്ല ബ്ലൗസ് ഒക്കെ വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് വേണ്ടവർക്ക് അത് അങ്ങനെ വർക്ക് ചെയ്തിടാം. നമുക്ക് ഇതിലുള്ള ബ്ലൗസ് തന്നെ നല്ല അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. എന്തായാലും ക്രിസ്ത്യൻ ബ്രൈഡ്സ് എനിക്ക് തോന്നുന്നു യൂഷ്വലി ഈ ഒരു സാരിയുടെ ബ്ലൗസ് ഒക്കെ തന്നെ ആയിരിക്കും അവരും വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇടുന്നത്. ഭയങ്കര രസമുള്ള സാരി, നല്ല പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല രീതിയിലുള്ള നല്ലൊരു വീതിയുള്ള ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല രസം. റണ്ണിങ് ബോർഡർ വല്ലാതെ എടുത്ത് കാണിക്കൂല, അതിനോട് ചേർന്ന് പോകുന്ന ബോർഡർ. അതെ, സെപ്പറേറ്റ് ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊന്നുമില്ല. സാരിയുടെ ബോഡിയോട് ചേർന്ന് പോകുന്ന ബോർഡറാണ്, എന്നാൽ നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡറാണ്. ഇത് വേറൊരു പാറ്റേൺ ആണ്, ബനാറസ് സിൽക്ക് ആണ് ഇത് വരുന്നത്. ഇത് റാണി പിങ്ക്. ഇത് ബ്രൈഡലിനും കൊണ്ടും അല്ലാതെ ഫംഗ്ഷൻ കൂടാനായാലും നല്ലൊരു വെഡിങ് ഗസ്റ്റ് ലുക്ക് വേണമെങ്കിലും ഇനിയിപ്പോ ബ്രൈഡ്സിന്റെ അമ്മയ്ക്കോ സിസ്റ്ററിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ ഡിസൈൻ വരുന്നത് 3 ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പാർട്സ് ആയിട്ട് 3 ഡിസൈൻ ആയിട്ടാണ് വരുന്ന സാരി. ബോഡി തന്നെ ഓ അടിപൊളി, ഒരു രക്ഷയിൽ. ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ടോ ചേച്ചി? സിൽക്കിന്റെ ബനാറസ് സിൽക്കിന്റെ ഒരു ഷൈനിങ് ആണ് ഇതാണ് കേട്ടോ.
ഭയങ്കര രസമാണ്. നമുക്കറിയാം റാണി പിങ്ക് എന്ന് പറയുന്ന കളറ് ഭയങ്കര രസമുള്ള കളറാണ്. അപ്പോൾ ഇത് ബ്രൈഡ്സിനും ഓപ്റ്റ് ചെയ്യാം. ഇനി ബ്രൈഡ്സിന് എന്താ നമ്മുടെ പാരൻസിന് ബ്രൈഡ്സിന്റെ അമ്മയ്ക്കോ സിസ്റ്ററിനോ കസിൻസിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ. ബ്രൈഡ്സിന് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ബ്ലൗസോ അല്ലെങ്കിൽ ഈ സെയിം ബ്ലൗസ് ഇട്ടിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കളക്ഷൻസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ചേച്ചി നമുക്ക് വെഡിങ് സാരീസ് ഒക്കെ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ വെഡിങ് സാരീസ് വരെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. ഏതെങ്കിലും സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അത് മാത്രമല്ല നമുക്ക് ഫാഷൻ കഫേ ബൈ പുളിമൂട്ടിൽ സിൽക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, കാഷ്വൽ വെയർ, വെസ്റ്റേൺ വെയർ ഒക്കെ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒരുപാട് കളക്ഷൻസുമായിട്ട് ഞാൻ ബിന്ദു ചേച്ചി വരുന്നതായിരിക്കും. താങ്ക് യു.